പേര് ടെസിമോൾ വിനോദ്. നാട്ടിൽ ഞങ്ങളിവിടെ കാഞ്ഞൂരാണ്. ഞാൻ കാനഡയിലാണ്. ഇപ്പോൾ പോയിട്ടൊരു 8 വർഷത്തോളമായി. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ലീവിന് വരുന്നത് 5 വർഷത്തിന് ശേഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും സന്തോഷിക്കുന്നതും ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമാണിത്. ഞാൻ മാത്രമല്ല, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഞാനിവിടെ നിൽക്കുന്നത് ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിക്കാതെ ഒരു സന്തോഷം അനുഭവിച്ച 5 വർഷമാണ് എൻ്റെ. 2019 ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ തുടങ്ങിയത്. 2018 എനിക്ക് ഒരു യൂട്രസിൻ്റെ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് വരാറുണ്ടായിരുന്നു. 2019 എൻ്റെ സർജറി കഴിഞ്ഞ് റെസ്റ്റിൻ്റെ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് 2016 മുതൽ എൻ്റെ ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായില്ല. ഞാൻ ജോലിക്ക് പോകണ്ടായില്ല. ഞാനൊരു നേഴ്സായിരുന്നു, പക്ഷേ എനിക്ക് ജോലി ഉണ്ടായില്ല. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല, ഒന്നും ചെയ്തിട്ടുമില്ലായിരുന്നു. പക്ഷേ 2019 ഞാൻ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു. കാനഡയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജോലി ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അങ്ങനെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൻ്റെ ഒരു ലിങ്ക് വന്നു. അപ്പോൾ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനപ്പോൾ 6 നിയോഗങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലിട്ടു. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വെച്ചത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും സ്ഥിരമായിട്ടൊരു ജോലി എന്നുള്ളതായിരുന്നു. ആ സമയത്ത് ഞാൻ ഒന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ട് പോലുമില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനൊരു ജോലി കിട്ടി, നല്ലൊരു കമ്പനിയിലൊരു ജോലി കിട്ടി. പുള്ളി ഒരു വെൽഡറാണ്, അവിടെ നല്ല സാലറിയൊക്കെ ഉണ്ട് വെൽഡേഴ്സിനൊക്കെ. അപ്പോൾ ഒരു ജോലി കിട്ടിയ ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു ഹെൽത്ത് കെയർ എയ്ഡ് ചലഞ്ച് ചെയ്ത് ഞാൻ അവിടെ എനിക്കൊരു കോഴ്സ് പാസ്സായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ജോലിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റെക്കമെൻഡേഷൻ ചെയ്തു, എനിക്കൊരു ജോലി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെച്ചത് എൻ്റെ അനിയത്തിക്ക് ഒരു വീടും അവൾക്കൊരു ജോലിയായിരുന്നു. ഇതെല്ലാം ഞാൻ ഒന്നിച്ച് വെച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ വെച്ചു എനിക്കൊരു ജോലി, ഒരു ഒക്ടോബർ മാസത്തിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരണേ മാതാവേ എന്ന് വെച്ചു. ഞാനൊരു ജൂൺ ജൂലൈ സമയത്താണ് പ്രാർത്ഥിച്ചത്. പക്ഷെ കറക്റ്റ് എനിക്കൊരു ജോലി, ആദ്യം ഒരു ഗ്രൂപ്പ് ഹോമിൽ ഞാൻ ജോലി ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2-3 മാസത്തിന് ശേഷം എനിക്കത് റിസൈൻ ചെയ്യേണ്ടി വന്നു, ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് അവിടെ നിന്നൊരു റെക്കമെൻഡേഷൻ കിട്ടില്ല.